തെവെനിൻ തിയറം വെച്ച് തന്നെയാണ് അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് തെവെനിൻ തിയറം വെച്ച് തന്നെയാണ് അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതാണ് പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈക്വലൻ്റ് EMF ഓഫ് ദി നെറ്റ്വർക്ക് കണ്ടുപിടിക്കണം. വ്യൂ ബിറ്റ്വീൻ ദി ടെർമിനൽ എ ആൻഡ് ബി. രണ്ടാമത് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നെറ്റ്വർക്ക് ബിറ്റ്വീൻ ദി ടെർമിനൽ എ ആൻഡ് ബി. കറണ്ട് ത്രൂ 5 ഓം കാണാനും പറഞ്ഞിട്ടുണ്ട്. 15 ഓം 15 ഓമും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 15 ഓം എടുത്ത് കളയുന്നു. എല്ലാത്തിലെയും പോലെ തന്നെ ഓപ്പൺ സർക്യൂട്ടാണ്. തെവെനിൻ തിയറം ആയതുകൊണ്ട് തന്നെ ഓപ്പൺ സർക്യൂട്ടാണ്. ബാക്കി 12 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടാൽ ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് AB കണ്ടുകിട്ടും. പക്ഷെ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം ഉണ്ട്. 1 + 3 + 12 ചെയ്താൽ 16 ഓം കിട്ടും. 16 ഓം ആയാൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 24 ആണ്. 24/16 എന്ന് പറഞ്ഞാൽ 1.5 ആംബിയർ ആണ്. 1.5 ആംബിയറിനെ 12 കൊണ്ട് ഗുണിച്ചാൽ 18 വോൾട്ട് ആണ്. അത് തന്നെയാണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അക്രോസ് AB തന്നെയാണ് വോൾട്ടേജ്. അക്രോസ് 12 ഓം തന്നെയാണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞത്. ഇനി ആ ഭാഗം വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ചെയ്തു. പക്ഷെ ഷോർട്ട് ചെയ്യുമ്പോഴും അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് വരുന്നുണ്ട്? 1 ഓം ഇന്റേണൽ റെസിസ്റ്റൻസ് അവിടെ തന്നെ വെക്കണം. അങ്ങനെ അത് തന്നെ അവിടെ വെച്ചു. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 + 3 4 ഓം സീരീസ് ആയിട്ട് 4ന് പാരലൽ ടു 12 ഓം. അപ്പോഴേ RTH കിട്ടുള്ളൂ. 12 × 4 ഡിവൈഡഡ് ബൈ 4 + 12 48/16 3 ആംബിയർ ആണ് കിട്ടുക. 3 ആംബിയർ ആണ് കിട്ടുക. 3 ഓം ആണ് കിട്ടുക. ദെൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 18. RTH എന്ന് പറയുന്നത് 3 ഓം. അപ്പോൾ 3 ഓം വെച്ച് പിന്നെ 15 ഓമിന് അവിടെ തിരിച്ച് പ്ലേസ് ചെയ്താൽ 15 ഓമിലുള്ള കറണ്ട് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 + 15 18 ഓം. വി എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 18 18/18 1 ആംബിയർ കറണ്ടാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുക. 15 ഓമിലൂടെ ഫ്ലോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.